ഹലോ ഗായ്സ്, ഈ ഷോർട്സ് വന്നിട്ട് എനിക്ക് കൊല്ലത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഭരതമുനി ഇൻ്റർനാഷണൽ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ, നാദം ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലായിരുന്നു അത്. സോ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നത് സെലിൻ ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ടീച്ചറിൻ്റെ വീട് കൊല്ലത്താണ്. സോ ഞങ്ങൾ മേക്കപ്പും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടാണ് ചെയ്തത്. എനിക്ക് ടീച്ചറിനെ കുഞ്ഞിലെ മുതലേ അറിയാം. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ടീച്ചറാണ്. ടീച്ചറിന് ഈ കലാപരമായ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ്. സോ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചർ. എനിക്ക് ഇത്തവണ മേക്കപ്പ് ചെയ്തത് രതീഷ് മാഷായിരുന്നു. അപ്പോൾ ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രോഹിണി ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ജയശ്രീ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. ടീച്ചർ HM ഒക്കെ ആയിരുന്നു. ജയശ്രീ ടീച്ചറും സെലിൻ ടീച്ചറിനെ പോലെ തന്നെ ആർട്സൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നെ മാത്സ് എക്സാമിനൊക്കെ ടീച്ചർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ടീച്ചർ മാത്സ് ടീച്ചറാണ്. അങ്ങനെ എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ടായിരിക്കുകയാണ്. ഈവനിങ് സ്ലോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗസ്റ്റിൻ്റെ കൂടെ. ജോയ് കൃഷ്ണൻ സാറ് എവിടെ പ്രോഗ്രാം വെച്ചാലും ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും സാറ് കണ്ടക്ട് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ കളിച്ചാൽ കറക്റ്റായിട്ടുള്ള റിവ്യൂം സാറ് അപ്പം തന്നെ പറയാറുമുണ്ട്. അങ്ങനെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ സാറ് പറയുകയാണ്. ദെൻ താരാൻറ്റിയുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ദർശന ആൻറ്റിയും ശ്യാമങ്ങളും എൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ ബാക്കി പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഗസ്റ്റ് പെർഫോമൻസ് ആണ്. അങ്ങനെ അവസാനം അവാർഡ് സെറമണി നടക്കുകയാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആടൽ ഇളവരസി അവാർഡായിരുന്നു. നാദം ഓർഗനൈസേഷൻ്റെ കൺവീനിയൻസ് ആയിട്ടുള്ളത് ജോയ് കൃഷ്ണൻ സാറും വിനീത ശ്രീനന്ദൻ മാമുമാണ്. ഈ പ്രോഗ്രാമിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് RJ's ഓംകാരം നൃത്യ കലാക്ഷേത്രം എന്നുള്ളൊരു സ്കൂളും കൂടെയാണ്. അങ്ങനെ എനിക്ക് അവാർഡൊക്കെ തരികയാണ്. ഒരുപാട് സന്തോഷം. ഈ നിമിഷം എൻ്റെ ഗുരുവായ പ്രവീൺ സാറിനെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ കൃതിക മാമിന് ആർട്സൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് മാം എപ്പോഴും എന്നോട് പറയാറുള്ളത് ഡാൻസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യല്, ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം എന്നാണ്. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. സെലിൻ ടീച്ചറിൻ്റെ കൂടെയും ജയശ്രീ ടീച്ചറിൻ്റെ കൂടെയും, അതേപോലെ ജയശ്രീ ടീച്ചറിൻ്റെ മോനായിട്ടുള്ള വിഷ്ണു ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ടീച്ചറിനെ കൂട്ടിയിട്ട് പോവാൻ. ദെൻ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് എത്തി. എനിക്ക് നല്ല ഹെഡേക്കായിരുന്നു ഈ പൂവൊക്കെ വെച്ചിട്ട്. അങ്ങനെ എനിക്ക് എങ്ങനെയും കിടന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി പോവാണ്. ഞാൻ ആ ടൈമിൽ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു. അമ്മയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. അപ്പോൾ താങ്ക്സ് അമ്മ. സോ അത്രയേ ഉള്ളൂ. ബൈ.